ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ കസ്റ്റമർ 2 കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, മൈലേജ് ഷോട്ട്, ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, അതുപോലെ ജന സർവീസ് ചെയ്യുക, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ സർവീസ് വേണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായില്ല കേട്ടോ. കിടക്കുന്നത് കുറഞ്ഞൊരു ബ്രേക്സാണ് കിടക്കുന്നത്. ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ ബ്രേക്സ് അല്ല കിടക്കുന്നത്. അത് ബൈക്കിൻ്റെ മോഡൽ വരുന്ന സ്പോക്ക് വീല് കമ്പിക്ക് വരുന്നൊരു ബ്രേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്സ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ, നാളെ ബ്രേക്ക് കറക്റ്റ് ആവും. അതുപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നതിന് ശേഷം അതിൽ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാരിങ് മാറ്റി കളഞ്ഞാൽ മതി. അത് ഈ ബാരിങ് വരുന്ന ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകണ്ട. ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഇതിൽ നിന്ന് ഓയിൽ ലീക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റിൽ ഈ ഓയിൽസിനൊന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ക്ലച്ചിൻ്റെ ഉള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ബെൽറ്റ് നമുക്കത് മാറ്റാനാണ് കേട്ടോ. ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വരുന്നുണ്ട്. ഈ ബെൽറ്റൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിപ്പോകാം. നമുക്ക് ബാക്കിലെ ബ്രേക്സ് ഒന്ന് മാറ്റിയിട്ടൊന്ന് വേണം റീസെറ്റ് ചെയ്യാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ച് പുള്ളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഈ ക്ലച്ചിൻ്റെ ഈ ഷാഫ്റ്റിന് ചെറിയൊരു തേയ്മാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ റോളറും പിന്നും മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ കൂടുതൽ പ്രശ്നം കാണിക്കാതെങ്കിൽ നമുക്കിതിൻ്റെ വീലുകൾ മാറ്റി മതി. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റോളറും ആ പിന്നും മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഈ ചാസിയുടെ പീസ് സൈഡ് പറയുക, അതൊന്ന് മാറ്റണം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോർഡ്, ബോസ്റ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകും. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഇതൊക്കെ ഒരു മൈലേജ് ഷോട്ടിനൊരു കാരണമാണ്. നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ എയർ ഫിൽറ്റർ മാറ്റണ കൂട്ടത്തിൽ അതിൻ്റെ പ്ലഗ് നമുക്ക് മാറ്റാനായിട്ട്, അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ അതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ഒരു ഓയിൽ ലീക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയോടെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റും ആ മൗണ്ട് റബ്ബറും ഒന്ന് മാറ്റിയിട്ടൊന്ന് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ഫ്രണ്ടിലെ ബ്രേക്സൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ടിലെ ബുഷുകളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊക്കെ എല്ലാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി. ഇപ്പോൾ നിലവിൽ സെൽഫിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എന്നാലും ബാറ്ററി വോൾട്ട് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 13.20 ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നു. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും 9.40 ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ പറയും, അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. അല്ല മാറ്റേണ്ട, ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാർബേറ്ററാണ്, മൈലേജ് ഷോട്ട് പറഞ്ഞൊരു കാർബേറ്ററാണ്. അപ്പോൾ കാർബേറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ ഓവർഫ്ലോയുടെ കംപ്ലയിൻറ്റോ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ ഇപ്പോൾ അയക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓവർഫ്ലോ വരാൻ ചാൻസ് കൂടുതലാണ്. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ മൈലേജ് ഷോട്ട് കാണിക്കുന്നത് ഇപ്പോഴത്തെ പെട്രോളിലും ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. പെട്രോളിൻ്റേതായ ഒരു മൈലേജ് ഷോട്ടും കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വരുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്, B6 മോഡലാണ്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. കാർബേറ്റർ മോഡൽ വരുമ്പോൾ അതിൻ്റെ ഒരു മൈലേജ് ഷോട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് കാർബേറ്റർ അയക്കണമെന്നില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടോ. എഞ്ചിൻ ഓയിലോടൊന്ന് മാറ്റിയിട്ടൊന്ന് റെസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ മെയിനായിട്ട് മാറ്റേണ്ട പാർട്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ആ ബെൽറ്റ് മാറ്റണം, അതുപോലെ ആ പീസ് സ്ലൈഡ് മാറ്റണം, ആ റോളറും പിന്നും, പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്ക് ഷൂ, എഞ്ചിൻ ഓയിൽ, അതുപോലെ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ്, ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്ട്. അത്രയും മാറ്റി വരാനുള്ള എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.